ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ച് കാലമായിട്ട് ഇന്ത്യയിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാഹനമാണ് പുതിയ ജനറേഷൻ ഡസ്റ്ററിനെ പറ്റി. ആദ്യം 2024 അവസാനം ആകുമ്പോഴേക്കും വരുമെന്ന് പറഞ്ഞു, അതിനുശേഷം പിന്നെ 2025 വരുമെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് 2026 ഫസ്റ്റ് ഹാഫിലേക്കായിരുന്നു ഈ വാഹനത്തിൻ്റെ ലോഞ്ച് പോസ്റ്റ്പോൺ ചെയ്തത്. ഏതായാലും ഫൈനലി റെനോ ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഡേറ്റ് അങ്ങനെ അങ്ങോട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 2026 റിപ്പബ്ലിക് ഡേ, അതായത് ജാനുവരി 26 ഈ വാഹനം നമുക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കറക്റ്റ് ലോഞ്ച് ആയിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് റിവീൽ മാത്രമായിരിക്കും എന്ന് റെനോ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഇന്റർനാഷണലി ഇതിനു മുന്നേ ഈ വാഹനം കണ്ടിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഇത് ഡാഷ് ഡസ്റ്റർ എന്നുള്ള പേര് മാറ്റി റെനോയുടെ പേരിലും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് മേക്ക് ഓവർ അല്ലെങ്കിൽ ഇനി ഒരു പ്രത്യേകിച്ച് റിവീലിൻ്റെ ആവശ്യമില്ല. വണ്ടി ഡയറക്റ്റ് അവർ ലോഞ്ച് ചെയ്താൽ മതി. നമുക്ക് പ്രൈസാണ് മെയിനായിട്ട് അറിയേണ്ടത്, പിന്നെ എന്തൊക്കെ വേരിയൻസ് ആണ് വരുന്നത്, എന്തൊക്കെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ എന്തായാലും അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് അടുത്തൊരു 1-1.5 മാസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഡിസൈൻ നിങ്ങൾക്കറിയാം, ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്താണ് വണ്ടിയെ പറ്റി നമുക്ക് അറിയേണ്ടതെന്നുള്ളത് പറഞ്ഞു പോകാം. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത് കിട്ടിയിട്ടില്ല. ബട്ട് എനിവേ എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ ഭയങ്കര സ്ലിം ആൻഡ് സ്ലിക്ക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. കുറച്ച് റഫ് ആൻഡ് ടഫ് ലുക്കിലാണ് ഈ വണ്ടി വരുന്നത്. ഭയങ്കര ഇപ്പോൾ ക്രെറ്റയൊക്കെ കാണുന്ന പോലെ ഒരു സോഫ്റ്റ് റോഡ് ടൈപ്പ് SUV ലുക്കിലല്ല വരുന്നത്. പണ്ട് നമുക്കിവിടെ ഡസ്റ്റർ ഓൾ വീൽ ഡ്രൈവ് മോഡൽ കിട്ടിയ പോലെ തന്നെ ഇപ്പോഴും പുറത്ത് ഈ വാഹനത്തിൻ്റെ ഓൾ വീൽ ഡ്രൈവ് വേരിയൻസ് വരുന്നുണ്ട്. സോ അതാണ് ഫ്രണ്ട് ലുക്കിനെ പറ്റി പറയുന്നത്. റെനോയുടെ ബാഡ്ജിങ് ആണ് വരുന്നത്, അതായത് ലെറ്ററിംഗ് ആണ്, ലോഗോ അല്ല. അത് പുറത്തുള്ള വണ്ടികൾ, ഇന്ത്യയിൽ ഇനിയിപ്പോൾ എന്താണെന്ന് കണ്ടറിയാം. അലോയ്സ് നോക്കുകയാണെങ്കിൽ ഈ സ്പെസിഫിക് വണ്ടിയിൽ 17 ഇഞ്ച് അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ 18 ഇഞ്ച് അലോയ്സ് സ്പൈഡ് ആയിട്ടുണ്ടായിരുന്നു, അതായത് ചില ലീക്കി മേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 225 സെക്ഷൻ ടയേഴ്സ് ആണ് ഈ വാഹനത്തിൽ റെനോ ഉപയോഗിക്കാൻ പോകുന്നത്. അതും ഈ സെഗ്മെന്റിലുള്ള മറ്റൊരു വാഹനത്തിലും നമ്മൾ കാണാത്ത സംഭവമാണ്. പൊതുവെ എല്ലാവരും 215 സെക്ഷൻ 60 R17 അല്ലെങ്കിൽ R18 ടയേഴ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇതിനകത്ത് 18 ഇഞ്ച് അലോയ്സ് ഉണ്ടാകും. അതിന് പുറമെ തന്നെ 225 സെക്ഷൻ നല്ല രീതിയിലുള്ള ടയേഴ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു ഡിസൈൻ എലമെൻറ്റ് കാണാം, നമ്മുടെ ഒരു മിററിൻ്റെ താഴത്തായിട്ട് ബ്ലാക്ക് കളറിൽ. അതുപോലെ ബോഡി ക്ലാഡിങ് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്ലാസ്റ്റിക് ആണ് ഡെഫിനറ്റ്ലി. ആൻഡ് അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലോസി ബ്ലാക്ക് ഒന്നും അല്ല. സൈഡ് പ്രൊഫൈൽ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസ് എല്ലാം C-പില്ലർ മൗണ്ടഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഫ്രണ്ടിലത്തെ ഡോർ ഹാൻഡിൽ ഫ്ലഷ് ഫിറ്റിംഗ് ടൈപ്പ് ഒന്നും അല്ല, സാധാരണ ഡോർ ഹാൻഡിൽസ് ആണ്. ആൻഡ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് ആണെങ്കിലും 4.3 മീറ്റേഴ്സിന് കുറച്ച് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ബാക്കിൽ ഏതായാലും ഫ്രണ്ടിലത്തെ പോലെ ലെറ്ററിംഗ് ഒന്നും അല്ല, റെനോയുടെ ലോഗോ ആണ്. ആൻഡ് ബാക്കിൽ ഡസ്റ്ററിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ പരിപാടിയൊന്നും അവർ കൊടുത്തിട്ടില്ല, അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങിയ മോഡലും ഇല്ല. ഇന്ത്യയിലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, കാരണം അത്രയും വലിയൊരു എക്സ്റ്റീരിയർ ഡിസൈൻ മേക്ക് ഓവർ ഇപ്പം ബമ്പറിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാണ്ട് മെയിൻ ഡിസൈൻ എലമെൻറ്റ്സിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്ന മോഡൽസിൽ നോക്കുകയാണെങ്കിലും അങ്ങനെ കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ യാതൊരു ഇതും കാണാനില്ല. അതിപ്പോൾ അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല, എല്ലാ വണ്ടിയിലും കണക്റ്റഡ് ലാംപ്സ് ഉണ്ട്. സോ ഇതിനകത്ത് ഇല്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ഏതായാലും ഇൻറ്റീരിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഡാഷ് ഡസ്റ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ്. പക്ഷേ നമുക്ക് അതുമായിട്ട് ഓവറോൾ ലേ ഔട്ടിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസം വരാനുള്ള സാധ്യതയില്ല. ഈ ലോഗോയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഫീച്ചേഴ്സ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇൻ്റർനാഷണലി വരുന്ന ഡസ്റ്റർ കുറച്ച് ബേസിക് ആണ്. നമുക്ക് 10.1 ഇഞ്ചസിന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതുപോലെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓട്ടോവേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇതിൻ്റെ ചില വേരിയൻസിൽ, അതായത് നമ്മുടെ ഇപ്പം ബിഗ്സ്റ്റർ മോഡൽസിലൊക്കെ വരുന്നുണ്ട്. 360 ക്യാമറ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം. പുറത്തെ വണ്ടിയിൽ സൺറൂഫ് ഇല്ല, അതുകൊണ്ട് ഇന്ത്യയിൽ പാനറോമിക് സൺറൂഫും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഫീച്ചറാണ്. പിന്നെ ലെവൽ 2 അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം നമ്മൾ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ആയിട്ടുണ്ട് പുറത്തില്ലാത്ത വണ്ടിയിൽ. കാരണം ഇത്രയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും ഇല്ലാതെ ഒരു വണ്ടി ഇറക്കുകയാണെങ്കിൽ വീണ്ടും പച്ച പിടിക്കാനുള്ള സാധ്യതയില്ല. പഴയ ഡസ്റ്റർ അവർ ജനറേഷൻ അപ്ഡേറ്റ് ചെയ്യാതെ ജസ്റ്റ് ഫേസ് ലിഫ്റ്റ് കൊടുത്ത് വണ്ടി ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നത്. അല്ലാതെ വണ്ടി മോശമായിട്ടല്ല. അവർ ഇന്ത്യയിൽ 2012 വണ്ടി അകത്ത് ഇറക്കുന്ന സമയത്ത് ഭയങ്കര പോപ്പുലാരിറ്റിയാണ് ഈ വണ്ടി ഗെയിൻ ചെയ്തത്. സത്യം പറഞ്ഞ് ഇപ്പോൾ ക്രെറ്റ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ ക്രെറ്റ സെഗ്മെൻറ്റ് എന്ന് വിളിക്കുന്ന ഒരു സെഗ്മെൻറ്റ് പോപ്പുലർ ആക്കിയ വാഹനം തന്നെ ഡസ്റ്ററാണ്. അങ്ങ് 2012 കോമ്പാക്ട് SUVs എന്ന് പറഞ്ഞാൽ അന്നധികം വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ വണ്ടി മാത്രം ഉണ്ടായിരുന്നു. 4.3 മീറ്റർ ആയിരുന്നു ലെങ്ത് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ 2013 ആയപ്പോഴേക്കും നമ്മുടെ ഇക്കോ സ്പോർട്ട് വരുന്നത്. അത് സബ് മീറ്റർ ആയിരുന്നു. ഈ വണ്ടി സബ് മീറ്റർ അല്ലായിരുന്നു ഇറങ്ങിയപ്പോഴും, പക്ഷെ എന്നാലും ആ സമയത്ത് ഇതൊക്കെയായിരുന്നു കോമ്പറ്റീഷൻ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അബോ മീറ്റർ സബ് മീറ്റർ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെയാണ് വണ്ടിയിലുണ്ടായിരുന്നത്. കാരണം മൊത്തത്തിലുള്ള കോമ്പറ്റീഷൻ വളരെ കുറവായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ വണ്ടി വരുമ്പം അന്നത്തെ പോലത്തെ വളരെ മിനിമലായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അല്ല ഫേസ് ചെയ്യാൻ പോകുന്നത്. 2016 പഴയ ഡസ്റ്റർ തന്നെ ക്രെറ്റ വന്ന സമയത്ത് വലിയൊരു അടി കിട്ടിയതാണ്. കാരണം ഒരുപാട് ഫീച്ചേഴ്സായിട്ടും മോഡേൺ ഡിസൈനായിട്ടൊക്കെയാണ് അന്ന് ക്രെറ്റ വന്നത്. ഇപ്പോൾ പക്ഷേ കാര്യങ്ങളിലൊക്കെ കിടപ്പ് അങ്ങനെയല്ല. ഇവൻ്റോ ക്രെറ്റയാണ് നമ്പർ 1 SUV, അതായത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന SUV എങ്കിൽ പോലും അതിൻ്റെ കോമ്പറ്റീഷനായിട്ട് നമുക്ക് സെൽട്ടോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുഷാക്കൻ ടൈഗണും ഉണ്ട്. പിന്നെ ഗ്രാൻഡ് വിറ്റാര, വിക്ടോറസ്, പിന്നെ ഹൈറൈഡർ വരുന്നുണ്ട് എന്ന് പറയേണ്ട ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. ഈവൻ സിട്രോൻ ആണെങ്കിൽ പോലും C3 എയർക്രോസ് ഉണ്ട്. അതൊരു കോമ്പറ്റീഷൻ അല്ല. എനിവേ കോമ്പറ്റീഷനാണ്, പക്ഷേ അത് കോമ്പറ്റേറ്ററായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല. അതിന് പ്രത്യേകിച്ച് സെയിലൊന്നുമില്ലോ. പിന്നെ MGയുടെ ആസ്റ്റർ ഉണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കുറേ വണ്ടികൾ ഈ സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, അത്രയും വണ്ടികളുണ്ട്.
അതുകൊണ്ട് തന്നെ ഇനി വരുമ്പം ഇവർ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കുക എന്നുള്ളതൊരു മെയിൻ പ്രയോറിറ്റി ആക്കി വെച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ബാക്കി ചില ബ്രാൻഡുകളെ പോലെ ഇങ്ങനെ ആദ്യം മോശത്തിൽ നിന്ന് തുടങ്ങുക, അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ ഫീച്ചേഴ്സ് കൊടുക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ അവിടെ ഇരിക്കും, അതേ നടക്കുകയുള്ളൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും സീറ്റ്സിൻ്റെ ഒക്കെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനകത്ത് നമുക്ക് ഇത് ഡാഷയുടെ സീറ്റ്സ് ആയതുകൊണ്ടാണ് DC ബാഡ്ജിങ് വരുന്നത്. നമ്മുടെ വണ്ടിയിലെ റെനോയുടെ ലോഗോ ആയിരിക്കും. പിന്നെ ഹെഡ് റെസ്റ്റ് ഒക്കെ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ആംറസ്റ്റ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ കപ്പ് ഹോൾഡേഴ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈവൻ ബാക്കിലാണെങ്കിൽ പോലും സീറ്റ്സിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സ്പേസ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. പണ്ടത്തെ ഡസ്റ്ററിൽ സ്പേസ് അത്ര ഒരു സ്ട്രോങ് പോയിന്റ് ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കോമ്പറ്റീഷൻ വന്ന് ബാക്കി വണ്ടികളൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. ഡസ്റ്റർ ഒത്തിരി പഴയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് സ്പേസ് കുറച്ച് കൺസ്ട്രെയിൻ്റ് ആയിരുന്നു നമ്മൾ കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ അകത്ത് പക്ഷേ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈവൻ ബൂട്ട് സ്പേസിലാണെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ പണ്ടത്തെ ഡസ്റ്ററിൽ ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ലതായിരുന്നു. 500 ലിറ്റേഴ്സിന് അടുത്തായിട്ട് തന്നെ ബൂട്ട് ഉണ്ടായിരുന്നു. 480 ലിറ്റേഴ്സ് എന്തായിരുന്നു തോന്നുന്നു പഴയത്. ഇപ്പോഴും ഓൾമോസ്റ്റ് സിമിലർ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഈ വണ്ടിയെ പറ്റി അല്ലാതെ നമുക്ക് വേറെ റെനോയുടെ കുറച്ച് സ്ട്രാറ്റജിയെ പറ്റിയും സംസാരിക്കാനുണ്ട്. റെനോയുടെ ഇന്റർനാഷണൽ ഗെയിം പ്ലാൻ 2027 എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിയിലാണ് അവരിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന ആദ്യത്തെ വാഹനമാണിത്. അതുപോലെ തന്നെ റെനോയുടെ റീതിങ്ക് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതിനകത്ത് വരുന്ന 3ാമത്തെ വാഹനം കൂടി ആയിരിക്കും ഇത്. റീതിങ്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ അകത്താണ് ഇപ്പോൾ പുതിയ ഫേസ് ലിഫ്റ്റ് ഡ്രൈവറും കൈകറും ഒക്കെ ലോഞ്ച് ചെയ്ത്. ആൻഡ് ആ ഒരു പ്ലാനിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഈ വണ്ടി ഇറക്കാൻ പോകുന്നത്. മറ്റേ പ്ലാൻ, അതായത് ആദ്യം പറഞ്ഞ ഇന്റർനാഷണൽ ഗെയിം പ്ലാൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ അവിടെ ലൈനപ്പ് ഒന്ന് പുതുക്കാനുള്ള പ്ലാനാണ്. അത് 2027 വരെയുള്ള വണ്ടികളുടെ ഒരു സ്ട്രാറ്റജി ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നിരിക്കുന്നത്. ഏതായാലും ഈ വണ്ടി മാത്രമല്ല നമുക്ക് കിട്ടാൻ പോകുന്നത്, ഇതിൻ്റെ തന്നെ ഒരു നിസാൻ ഡെറിവേറ്റീവ് ഉണ്ടാവും. അതിനെപ്പറ്റി നിസാൻ ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്ടോൺ എന്നായിരിക്കും ആ വാഹനത്തിൻ്റെ പേര്. ഭയങ്കര വലിയ റിവ്യൂലൊന്നും ആയിരുന്നില്ലെങ്കിലും എക്സ്റ്റീരിയർ ഡിസൈൻ നമുക്ക് ആ വാഹനത്തിൻ്റെ ഒരു പരിധി വരെയൊക്കെ കാണാൻ പറ്റി. ഇൻറ്റീരിയർ ഇപ്പോഴും ടെക്ടോണിൻ്റെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ടെസ്റ്ററിൻ്റെ ഇൻറ്റീരിയർ ഇതിന് മുന്നേ ഡാഷ് ടെസ്റ്റായിട്ടും റെനോ ടെസ്റ്റായിട്ടും പുറത്തൊക്കെ പല മാർക്കറ്റിൽ ഈ ജനറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയായിരിക്കും ഏകദേശം എന്നുള്ള ഒരു ഐഡിയ തീർച്ചയായും കിട്ടും. ഇനി എഞ്ചിൻ ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അതാണ് ഇപ്പോഴും നമുക്ക് ഒരു രീതിയിലും അറിയാൻ പറ്റാത്ത ഒരു സംഭവം. അതായത് റൂമേഴ്സ് ഉണ്ട് 1.3 ലിറ്റർ HR13 സീരീസിൽ വരുന്ന ടർബോ പെട്രോൾ എഞ്ചിൻ ഇതിനകത്ത് വരും എന്നുള്ളത്. അത് പറഞ്ഞു വരുമ്പോൾ 4 സിലിണ്ടർ എഞ്ചിനാണ് ആൻഡ് 156 bhp പവറൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം കോമ്പറ്റീഷനായിട്ട് ഓൺ പാർ നിൽക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. അത് നമുക്ക് പണ്ട് കിക്സിലും അതുപോലെ 2020 ശേഷം വന്ന ഡസ്റ്ററിലൊക്കെ കിട്ടിയ അതേ എഞ്ചിനാണ്. പക്ഷേ അതിന് പുറമെ നമുക്ക് ഒരു ബേസ് എഞ്ചിനായിട്ട് വേണം. അത് 1 ലിറ്റർ ടർബോ കൈകലും ഡ്രൈവറിലൊക്കെ ഉള്ള ഒരു 3 സിലിണ്ടർ ടർബോ പെട്രോൾ വരുമെന്ന് പറയുന്നുണ്ട്. അത് ഒറിജിനലി 100 bhp ഉള്ളൂ ഇവിടെ വരുന്ന വണ്ടികളിൽ. അത് ഈ വണ്ടിക്ക് ഇത്തിരി കുറവായിരിക്കും. സോ ഇത്തിരി ബൂസ്റ്റ് കൂട്ടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് ഫീൽ ചെയ്തേനെ. കൈകളിലും മാഗ്നറ്റിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് കൂടി വണ്ടിയാണല്ലോ. എന്തായാലും അതിന് പുറമെ നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഒരു ഹൈബ്രിഡ് സിസ്റ്റവും, അതായത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് പവർ ട്രെയിനും റെനോയും നിസാനും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതെപ്പോൾ വരുമെന്നുള്ളതിൻ്റെ കൺഫേംഡ് ഡേറ്റ് ഒന്നും അറിയില്ല. പക്ഷേ വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും, അത്രേ ഉള്ളൂ. എന്തായാലും ഈ വാഹനത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. അത് പക്ഷേ അടുത്ത വർഷം, അതായത് 2026 സെക്കൻഡ് ഹാഫിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുതിയ ടെസ്റ്റ് നമുക്ക് 2-3 മാസം കൊണ്ട് തന്നെ കാണാൻ പറ്റും. എന്താണ് നിങ്ങൾക്ക് വണ്ടിയെ പറ്റി തോന്നുന്നത് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസ് ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് അവിടെ ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.